നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് പിഴ ചുമത്തിയ തുക അടയ്ക്കാതെ പ്രതികൾ UAE കോൺസുലേറ്റ് മുൻ കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസ് അൽ അഷ്മൈ എന്നിവരടക്കമുള്ള പ്രതികളാണ് പിഴ ചുമത്തി വർഷങ്ങൾക്ക് ശേഷവും കെട്ടിവെക്കാത്തത്. 6 കോടി രൂപയായിരുന്നു പിഴത്തുകയായി അടയ്ക്കേണ്ടത്. വിവരങ്ങളുമായി നിഷ ദിലീപ് വീണ്ടും ചേരുന്നുണ്ട്. നിഷ, ഇതിപ്പോൾ പിഴത്തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അടയ്ക്കാതെ വർഷങ്ങളാകുന്നു. എന്നിട്ടും എന്തുകൊണ്ടൊരു നടപടിയും ഉണ്ടാകുന്നില്ല? കൃഷ്ണരാജ്, ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ആകെ 44 പ്രതികളാണുള്ളത്. ഇതിൽ 37 പ്രതികളിൽ നിന്നായി 66.60 കോടി രൂപ പിഴ ഈടാക്കാനായിരുന്നു കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറുടെ ഉത്തരവ്. 2023 ഈ ഒരു ഉത്തരവ് വന്നത്. എങ്കിലും 2 വർഷങ്ങളാകുമ്പോഴേക്കും 2 വർഷമാകാനായി ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയമാകുമ്പോൾ പോലും ഈ പ്രതികൾ ആരും തന്നെ ഈ പിഴത്തുക അടയ്ക്കാനോ ഈ പിഴത്തുകയിൽ 10% കെട്ടിവെച്ച് ഉത്തരവിനെ ചോദ്യം ചെയ്യാനോ തയ്യാറായിട്ടില്ല. സ്വപ്ന സുരേഷ്, മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ്, ഒപ്പം തന്നെ സരിൻ എന്നിവരാരും തന്നെ ഈ ഉത്തരവ് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. 2 വർഷമാകുന്നു. ഓരോ പ്രതികളും 6 കോടി രൂപ വീതം നൽകണമെന്നായിരുന്നു ഉത്തരവ്. ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ ചുമത്താവുന്ന ഏറ്റവും വലിയ പിഴത്തുക ഈടാക്കാനായിരുന്നു അന്ന് ഉത്തരവുണ്ടായിരുന്നത്. എന്തായാലും ഈ കേസിലെ മുഖ്യപ്രതികളായ സ്വപ്ന, PS സരിത്, സന്ദീപ് നായർ, KT റമീസ്, UAE കോൺസുലേറ്റ് മുൻ കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസ് അൽ അഷ്മൈ എന്നിവർക്ക് 6 കോടി രൂപ വീതം പിഴ ഈടാക്കിക്കൊണ്ടായിരുന്നു കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസർ അന്ന് പിഴ ചുമത്തിയിരുന്നത്. എന്തായാലും ഈ എല്ലാവരുടെയും പേരിൽ, ഈ പ്രതികളുടെ ഒന്നും പേരിൽ സ്വന്തമായി സ്വത്തുവകകളില്ല എന്നതും ഒപ്പം തന്നെ കേസിൽ അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കുന്നതുമാണ് ഇവർ ഈ പിഴത്തുക 2 വർഷമായിട്ടും അടയ്ക്കാത്തതെന്നാണ് സൂചന. കൃഷ്ണരാജ്. ശരി, നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ കസ്റ്റംസ് ചുമത്തിയ പിഴ ഇനിയും അടച്ചിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.